എൻ്റെ വീട്ടിൽ ഇങ്ങനെ രഹസ്യ സംഭവം നടക്കുകയാണ്, നിങ്ങളൊന്ന് ഗവനിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അവനെ നമ്മൾ പിടിച്ച് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിടുമായിരുന്നു. ഈ പറയുന്ന വിവാഹം കഴിഞ്ഞൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരിക്കലും അതൊരു പ്രണയമല്ല, വെറും കാമത്തിന് വേണ്ടി മാത്രമാണ്. കാമം തീർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി. 3 ദിവസം മുമ്പ് ഒരു ദിവസം വന്ന് ഒരു സിഗരറ്റ് വാച്ച് 10 രൂപ ഇട്ടിട്ട് ബാക്കി 2 രൂപ വാങ്ങാതെ ഇറങ്ങിപ്പോയി. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ വെറുതെ നിങ്ങളുടെ കാമുകന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നെ ഒന്ന് കല്യാണം കഴിക്കാമോ, ഞാൻ ഇറങ്ങി വരട്ടെ എന്ന്. പെണ്ണ് പോറ്റിയോട് പറഞ്ഞായിട്ട് പറയുന്നത്, അതായത് നാളെ വന്ന് ഞാൻ ചെന്നില്ല എങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുകയാണെന്ന് പോറ്റിയോട് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം പ്രണയം അവസാനിച്ചത് കൊലപാതകത്തിൽ. എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ആതിര എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി. കഠിനകുളം ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന രാജീവിൻ്റെ ഭാര്യയായിരുന്നു ഈ ആതിര. ജോൺസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കുറച്ചധികം കാലമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും അവർ പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു. ഈ പറയുന്ന ജോൺസണ് ഇടക്കാലത്തൊരു സംശയമുണ്ടായി, ഈ ആതിര ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളത്. ഈ കൊലപാതകം നടക്കുന്ന ആ ദിവസം വെളുപ്പിനെ 6 മണിക്ക് ജോൺസൺ ഈ വീടിൻ്റെ പരിസരത്തെത്തുകയും 5:30 മണിക്ക് ഈ രാജീവ് എന്ന് പറയുന്ന തിരുമേനി അമ്പലത്തിൽ പോവുകയും 8:30 മണിക്ക് ഇവരുടെ കുട്ടി സ്കൂളിൽ പോവുകയും ചെയ്തതിന് ശേഷം ഈ പറയുന്ന ജോൺസൺ ഈ വീടിനകത്ത് കയറുകയും ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുകയും അവിടെ വെച്ച് ഇവർ തമ്മിൽ കോംപ്രമൈസ് ആവുകയും ചെയ്തു. ഒരു ചായ എടുക്കാനായിട്ട് ആതിര ഈ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ജോൺസൺ കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡിൻ അടിയിൽ സൂക്ഷിക്കുകയായിരുന്നു. അവർ വരികയും അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷമായിരുന്നു ഈ പറഞ്ഞ ആതിരയെ കഴുത്തിലേക്ക് കത്തി കുത്തിക്കയറ്റി ജോൺസൺ കൊല ചെയ്യുന്നത്. ഇവിടെ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഒരുങ്ങിയ ജോൺസൺ പക്ഷേ മരണപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കും എന്ന ആ ഒരു ഉദ്ദേശത്താൽ ഇവിടെ വെച്ച് ഷർട്ട്, അതായത് ഈ രാജീവിൻ്റെ ഷർട്ട് എടുത്തിടുകയും ജോൺസൺ ഇട്ടുകൊണ്ട് വന്നിട്ട് ഷർട്ട് ഇവിടെ ഊരിയിടുകയും ഈ പറയുന്ന ആതിരയുടെ ബൈക്കിൽ ഇവിടുന്ന് സ്ഥലം വിടുകയായിരുന്നു ചെയ്തത്. ഇതിനുശേഷം ജോൺസനെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ നാളെ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം വഴി ഒട്ടനവധി ആൾക്കാർ ഇതുപോലെ സൗഹൃദം നടിച്ചു വരികയും ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഒരുപാട് പേരെ ഇങ്ങനെ വലയിലാക്കുകയും ഇങ്ങനെ പ്രണയത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പല കൊലപാതകങ്ങളും നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരുടെയും കാര്യമല്ല, ഇപ്പോൾ നിലവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരാളുമായി സൗഹൃദത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറുതെയെങ്കിലും തമാശയ്ക്കെങ്കിലും നിങ്ങളുടെ ഈ കാമുകനോടൊന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് തമ്മിൽ കല്യാണം കഴിച്ചാലോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ, ഞാൻ കൂടെ ഇറങ്ങി വരട്ടെ എന്ന്. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറയുന്ന കാമുകന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഈ പറയുന്ന വിവാഹം കഴിഞ്ഞൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരിക്കലും അതൊരു പ്രണയമല്ല, വെറും കാമത്തിന് വേണ്ടി മാത്രമാണ്. കാമം തീർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി. ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ആതിരയുടെ കയ്യിൽ നിന്നും ഏകദേശം 1.5 ലക്ഷം രൂപയോളം വാങ്ങിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീകളോടായിട്ട് പ്രത്യേകം പറയുക, ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഇതുപോലെ സൗഹൃദം നടിച്ചു വരുന്ന 100 കണക്കിന് ആളുകൾ നമ്മളുടെ ഈ പറയുന്ന ഈ കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങളോട് ചിലപ്പം നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ ആഹാരം കഴിച്ചോ, നിങ്ങൾക്ക് പനിയായ ശുശ്രൂഷിക്കാനൊന്നും ചിലപ്പം ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതിനൊക്കെ ഒരുങ്ങി കാമുകന്മാർ റെഡിയായി നിൽപ്പുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു സ്നേഹമല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു തവണ നിങ്ങൾ ചുമ്മാതെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ വെറുതെ നിങ്ങളുടെ കാമുകന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നെ ഒന്ന് കല്യാണം കഴിക്കാമോ, ഞാൻ ഇറങ്ങി വരട്ടെ എന്ന്. അപ്പോൾ ഇവിടുത്തെ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് ഈ നാട്ടിലെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ട് വരാം. ഒരു പുരുഷന്മാരോടും അത് സംസാരിക്കുക, തമാശ പറയുക, തിരിഞ്ഞു നോക്കുക ഒന്നും ചെയ്യാത്ത കുട്ടിയാണ്. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പോയിറ്റീവെന്ന് വിളിച്ചല്ല കഥ തുറക്കില്ല. അങ്ങനത്തെ കുട്ടിയായിരുന്നു അത്. അതിനിങ്ങനെ സംഭവിച്ചു പറയുമ്പോൾ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഇതുവരെയും കേട്ടിട്ടാത്തൊരു ഞെട്ടലാണ് നമുക്കുണ്ടായത്. ഈ പറയുന്ന ഈ ജോൺസന്റെ പടം നിങ്ങൾ ഈ വെളി വന്നപ്പോൾ ഇവൻ ഇതുവഴി എങ്ങനെ കണ്ടായിരുന്നോ? 2 ദിവസം എൻ്റെ കടയിൽ വന്നായിരുന്നു. ആദ്യ ദിവസം വന്ന് ഈ കൊല നടക്കുന്നതിന് 3 ദിവസം മുമ്പ് ഒരു ദിവസം വന്ന് ഒരു സിഗരറ്റ് വാച്ച് 10 രൂപ ഇട്ടിട്ട് ബാക്കി 2 രൂപ വാങ്ങാതെ ഇറങ്ങിപ്പോയി. ഞാൻ വിളിച്ച് ബാക്കി 2 രൂപ പറഞ്ഞ് വിളിച്ചു കൊടുത്ത്, അതിൻ്റെ വിറ്റെന്ന് വന്ന് 100 രൂപ നോട്ടിട്ട് ഒരു സിഗരറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചില്ലറയില്ല, നിങ്ങൾ കൊണ്ടുപോ, അത് വിട്ട് ഞാൻ പിന്നീട് വെച്ചു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, പിന്നീട് നിങ്ങൾ അങ്ങോട്ട് വേണ്ടി എൻ്റെ അടുത്ത് തരാൻ ചില്ലറാണല്ലോ, നോട്ടെടുത്തിട്ട് നോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ 2 ദിവസം ഞാൻ കണ്ട ആളാണ്. അവരിത് കൊല്ലാൻ വേണ്ടി വന്നതാണ് ഇവിടെ? അതെ, കൊല്ലാൻ വന്നത് തന്നെയാണ്. കാരണം അതിനുള്ള എല്ലാ സപ്പോർട്ടും അവന് കിട്ടിയിരിക്കുകയില്ലേ. ഈ പെണ്ണ് തന്നെയാണ്
അയാൾക്ക് താമസിക്കാൻ റൂം തരപ്പെടുത്തി കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. ആ പെണ്ണിൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ് കാശ് 2500 രൂപ വാടകയ്ക്ക് അയച്ചു കൊടുത്തത് ഗൂഗിൾ പേ വഴി. ഈ പെരുമാതുറ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉൾപ്പെടുത്തി ഈ പെണ്ണ് തന്നെയാണ്. അത് പിന്നീട് പോറ്റി മരണശേഷമാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്തെന്ന്. കൂടാതെ ഇതിൻ്റെ തലേദിവസം, മരണത്തിൻ്റെ തലേദിവസം രാത്രി ഈ പെണ്ണ് പോറ്റിയോട് പറഞ്ഞായിട്ട് പറയുന്നു, അതായത് നാളെ വന്ന് ഞാൻ ചെന്നില്ല എങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുകയാണെന്ന് പോറ്റിയോട് പറഞ്ഞു. പോറ്റി ആ രഹസ്യം ആരോടും പറഞ്ഞില്ല. പോറ്റി വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ കൊല നടക്കില്ല. അത് നടക്കും. പറയും ഞങ്ങളിവിടെ ഒരുപാട് പിള്ളേരോ ഈ നിൽക്കുന്ന പിള്ളേരെ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ രഹസ്യ സംഭവം നടക്കുകയാണ്, നിങ്ങളൊന്ന് ഗവനിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അവനെ നമ്മൾ പിടിച്ച് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിടുമായിരുന്നു. ഇങ്ങനെ കൊല നടക്കില്ല എങ്കിൽ അപ്പോൾ പോറ്റി അത് രഹസ്യമായിട്ട് വെച്ചു. ഈ ആതിര ഈ ബൈക്കിലൊക്കെയാണോ ഈ പോറ്റി ഇവിടെ പൂജയ്ക്ക് പോകുമ്പോൾ അതുവഴി പോകുമായിരുന്നു? അപ്പോൾ ഒരു സ്കൂട്ടി ഉണ്ട്, അതിൽ മോനെ കൊണ്ടാക്കാനൊക്കെ പോകും. ട്യൂഷന് മോനെ കൊണ്ടാക്കാൻ പോകാറുണ്ട്. പോയിട്ട് അപ്പോഴത്തേനും മോനെ ഇവിടെ തിരിച്ചു വരും. വീണ്ടും മോനെ രാത്രി എടുക്കാൻ പോകും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പോറ്റിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ബന്ധപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. അത് ആരായാലും അവിടെ അവരുടെ വീടുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ പോകില്ല. ഈ പറയുന്ന ജോൺസൺ മുൻപ് വന്നതായി നിങ്ങൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? ഈ ആതിര എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടുകാരുടെ ഒക്കെ? അവർക്ക് രണ്ടുപേർക്ക് നല്ല മതിപ്പാണ് ഇവിടെ. നല്ല മതിപ്പാണ്. കാരണം പോറ്റിയും പോറ്റിയുടെ വൈഫും എന്നുള്ള ഒരു പരിഗണന നാട്ടുകാരിലുണ്ട്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കും. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇവിടെ പോറ്റിയുടെ ഭാര്യയെ കൊന്നിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളെ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലേ? കാണാനൊന്നും പോയില്ല നമ്മള്. നിങ്ങളുടെ നാട്ടിലൊരു വലിയ സംഭവമായി പോയില്ലേ? ഒരിക്കലും നടക്കാത്ത സംഭവമാണ് മെനിങ്ങാന്ന് നടന്നത്. പരിചയമില്ല. അവർ പുറത്തൊന്നും ഇറങ്ങില്ല, കഥ അടച്ച് അകത്തിരിക്കുകയുള്ളൂ, അല്ല പുറത്തൊന്നും ഇറങ്ങില്ല.